എല്ലായിടത്തും मलयालम है रंजित कृष्ण ब्लॉक 16 के हाँ अभी ഷോർട്സ് ബ്ലാങ്കറ്റുകൾ ഇഷ്ടംപോലെ ഡ്രസ്സുകളാണ്. നമ്മൾ പല റോഡിലും കാണുന്ന പോലെ തന്നെ ഡ്രസ്സുകളാണ് എല്ലായിടത്തും. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെരുപ്പുകൾ ക്രോക്സിൻ്റെ ഒക്കെ സൂക്ഷിച്ചും കണ്ടും പോയില്ലെങ്കിൽ കൂട്ടത്തിൽ ഒറിജിനൽ ഉണ്ടാവാം, ചില സ്ഥലത്ത് യൂസ്ഡ് ഉണ്ടാവാം, കോപ്പി ഉണ്ടാകാം. സൺഡേ മാർക്കറ്റും ചോർ ബസാറെന്നും കൂടി പറയും. മോഷണം മുതൽ വിൽക്കുന്നതാണോ അതോ ബ്രാൻഡുകളുടെ കോപ്പി മോഷ്ടിച്ച് അതുപോലെ ഉണ്ടാക്കുന്നതാണോ എന്ന് പറയാൻ പറ്റില്ല. എന്തൊക്കെയാ മേക്കപ്പ് സാധനങ്ങൾ, ബ്ലാങ്കറ്റുകൾ ഇഷ്ടം പോലെ വരുന്നത്. ഉള്ളുവണ്ടി കച്ചവടം, ലിപ്സ്റ്റിക്ക്, അത് നമുക്ക് മേടിച്ചിട്ട് കാര്യമില്ല. കൊച്ചുകുട്ടികളുടെ ചെരുപ്പുകൾ, ഷോർട്സ്, ഇവിടെയും ഷോർട്സ്. അവിടെ ഡ്യൂപ്ലിക്കേറ്റ് HP-യുടെ PH അതിന് 500 രൂപയാണ് ഒരു ബാഗിന്. 10 എടുത്തു കഴിഞ്ഞാൽ. ഡ്രസ്സുകൾ എല്ലായിടത്തും. ഇവിടെ ഒരു പള്ളി ഉണ്ടല്ലോ, മസ്ജിദ് സർ കാസി സാഹിബ് ഏക് മിനാർ മസ്ജിദ്. ഒന്നിപ്പോൾ എല്ലാവരും ഞായറാഴ്ച തുറന്നു തുടങ്ങി. റോഡ് സൈഡ് കച്ചവടം മാത്രമല്ല. അയ്യോ, സൈക്കിൾ കടകളൊക്കെ ഞായറാഴ്ച തുറന്നിട്ടുണ്ട്. അവിടെ ഷൂസുകൾ, ഡമ്പലും മറ്റൊക്കെ കിടക്കുന്നുണ്ട്. അവിടെ $300-400 രൂപയ്ക്കൊക്കെയാണ് വിൽക്കുന്നത്. $70 ഷഡ്ഡി അണ്ടർവെയറൊക്കെ $70 സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലം. ഡമ്പലൊക്കെ ഉണ്ട്. ഡമ്പല്, മോട്ടർ, രണ്ട് സൈഡിലായിട്ടും കച്ചവട സ്ഥാപനങ്ങളാണ്. പലരും വീഡിയോ എടുക്കാമെന്ന് പറയുമ്പോൾ പൈസയൊന്നും പറയില്ല, എന്തോ വലിയ രഹസ്യം പോലെയൊക്കെയാണ്. സ്കൂളുണ്ട് അവിടെ, ഒരു സ്കൂൾ. ചിക്പേട്ട് മെട്രോ സ്റ്റേഷനാണ് ഫ്രണ്ടിൽ കാണുന്നത്. അതിൻ്റെ ആ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് കച്ചവടങ്ങൾ നടക്കുന്നത്. സൺഡേ മാർക്കറ്റ്. ഇവിടെ ഡമ്പലൊക്കെ ഉണ്ട്. ബാഗുകൾ, തൊപ്പി, ഇങ്ങനെ പോയിട്ട് നമുക്ക് അപ്പുറ സൈഡിൽ കൂടെ തിരിച്ചു വരാം. തലയിൽ ചുമന്നുകൊണ്ട് പോന്നു. ട്രെയിനിൽ കത്രിയൊക്കെ കൊണ്ടൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ അതായി. ഫാക്ടറി സാധനങ്ങളാട്ടോ എല്ലാം, തന്നെ ഫാക്ടറി സാധനങ്ങളാണ്. ഡ്രസ്സൊക്കെ പിന്നെ ലോ ക്വാളിറ്റി, തലേത്തെ ദിവസമൊക്കെ കിട്ടും.
ഈ ദിവസങ്ങളുള്ളത്, അതായത് സൺഡേ മാർക്കറ്റിലുള്ളത് മെയിനായിട്ട് ഈ ആക്രി സാധനങ്ങൾ, യൂസ്ഡ് അതൊക്കെയാണ്. 10 മണി ആകാറായി. 11 മണിക്ക് നമ്മുടെ റൂം ചെക്കൗട്ട് നടത്തണം. ഓൾറെഡി ഒരു കടയാണ്, അതിൻ്റെ ഫ്രണ്ടിലുള്ള കച്ചവടം. ബ്രോഡേ പോലും ഞാൻ ഡ്രസ്സ് ആത്മവിശ്വാസത്തോടെ മേടിക്കാറില്ല. അവിടെയും കുറേ ടൂൾസിൻ്റെ കടകൾ. 30 രൂപ, 10 രൂപ. ഇവിടെ ഒരു ഫോൺ സ്റ്റാൻഡും കീ ചെയിനും കൂടിയുള്ളൊരു സാധനം, 3 എണ്ണത്തിന് 50 രൂപ. പിന്നെ ഒരു സ്പൂൺ വെറുതെ മേടിച്ച് നോക്കാം. ബാഗുകൾ, പിന്നെന്താ ഹാർഡ്വെയർ ഐറ്റംസ്, ചുറ്റിക. ഇതൊന്നും നമുക്ക് കിട്ടിയിട്ടെന്ത് കാര്യം? വില ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ക്യാമറ കണ്ടാൽ വില പറയില്ല, എന്താണെന്നറിയില്ല. ഒരുത്തൻ പറഞ്ഞ് വിൽക്കാൻ പോലും ഇല്ലയെന്ന്, ക്യാമറ കണ്ടിട്ടാണ്. പഴയ പാത്രങ്ങൾ. ഷോപ്പിങ്ങിനോട് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ആളായതുകൊണ്ട് CCTV ക്യാമറയൊക്കെ ഉണ്ടല്ലോ. അവിടെ നമ്മുടെ പ്രൊജക്ടർ, ഇലക്ട്രോണിക് സാധനങ്ങൾ മേടിക്കാൻ ഒരു ഉറപ്പും ഉണ്ടാവില്ല. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഒരാഴ്ച പോലും ചിലപ്പോൾ പറക്കില്ലായിരിക്കും. യൂസ് സാധനങ്ങൾ, ചുറ്റിക, കത്രിക, അങ്ങനെയുള്ള സാധനങ്ങൾ, പ്ലയർ, ഇതൊക്കെ മേടിക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല. പരമാവധി വില പേശി മേടിക്കുക. ലാംഗ്വേജ്, ഇവരുടെ ലാംഗ്വേജ് അല്ല എന്ന് അറിയുമ്പോൾ വിലയൊന്നും അത്ര കുറയ്ക്കാൻ സാധ്യതയില്ല. ദീപാഞ്ജലി നഗർ. ഓട്ടോറിക്ഷകൾ കയറി പോകുന്നു. ഇവിടെ ചെരുപ്പ്, ഗ്യാസ് സ്റ്റൗവ്, ക്രോക്സ്. ഒറിജിനലായില്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. $500 വരെ ഉള്ളൂ. അവിടെ പൂമയ്ക്ക് 1000 രൂപയാണ് പറയുന്നത്. ഞാൻ പിന്നെ സ്റ്റുഡിയോയുടെ ഒരു ഷൂസ് കണ്ടു, ഷൂസല്ല ചെരുപ്പ് കണ്ടു, സ്ലിപ്പർ, അതിന് 500 രൂപ. 1000 രൂപയ്ക്ക് നമുക്ക് സ്റ്റുഡിയോ പോയി മേടിക്കാൻ പാടില്ലേ. ബെൽറ്റൊക്കെ നമ്മൾ ഇന്നലെ മേടിച്ചു, ഇല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബെൽറ്റ് മേടിക്കാമായിരുന്നു. ബാഗ്, ലേഡീസിന് പറ്റിയ ബാഗുകളൊക്കെ ഉണ്ട്. അവിടെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജൊക്കെ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷേ എന്തെങ്കിലുമൊക്കെ കേട് പറ്റിയതായിരിക്കണം. അതുകൊണ്ട് ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ മേടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് നിങ്ങളുടെ ഇവിടുത്തെ ഭാഷ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വെറുതെ പറ്റിക്കപ്പെടും. പിന്നെ ഒന്ന് നമ്മുടെ സാധന സാമഗ്രികളൊക്കെ സൂക്ഷിക്കുക. വാലറ്റിലൊക്കെ ഉണ്ടെങ്കിൽ അത് ബാക്കിലെ പോക്കറ്റിൽ വെക്കാതിരിക്കുക. ഞാനിപ്പോൾ വില ചോദിക്കാനില്ല, പ്രധാനപ്പെട്ട ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ. പലരും വീഡിയോ ഒക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. ടൂൾസ്, ചില ഫ്രിഡ്ജൊക്കെ 15,000 രൂപയ്ക്കാണ് ചോദിക്കുന്നത്. യൂസ്ഡ് മേടിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നല്ല സ്ഥലത്ത് പോയി മേടിക്കുക. സൺഡേ മാർക്കറ്റ് മെയിൻ ഇതാണല്ലോ, ഹാർഡ്വെയർ ഐറ്റംസാണ്, ആക്രി സാധനങ്ങൾ. ഉപയോഗശൂന്യമായതൊക്കെ ചിലപ്പം തട്ടിക്കൂട്ട് റിപ്പയറൊക്കെ ചെയ്ത് ഉണ്ടോ. ഇതൊക്കെ നമ്മൾ നടന്ന് ചിക്പേട്ട് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തെത്തി. ബാഗ് അവിടെ നമ്മൾ അവിടെ നിന്ന് മേടിച്ചോ? എന്തെങ്കിലും ഇല്ല അല്ലേ, ആ സൈഡിലല്ല.
ചേട്ടാ നമ്മൾ ഏത് വഴിയാ വന്നേ? സൈക്കിള്, കിഡ്സ് സൈക്കിളൊക്കെ. സ്കൂളോ അമ്പലം? ഓട്ടുപകരണങ്ങൾ, അല്ല ഓട്ടു സാധനങ്ങൾ, വിളക്ക്, തൊപ്പി. ഒരു ക്യാപ്പ് വെറുതെ മേടിച്ചാൽ 40 രൂപ. മുകളിൽ മെട്രോ പ്ലാസ. പിള്ളേരൊന്നും ഇവിടെ ഇല്ലല്ലോ, അല്ലെങ്കിൽ കുറേ സാധനങ്ങളൊക്കെ മേടിക്കായിരുന്നു. സൂട്ട് കേസുകൾ, ബാഗുകൾ. ഇത്രയും ഡ്യൂപ്ലിക്കേറ്റ് സാധനമൊക്കെ ഉണ്ടാക്കണ ആരാണാവോ? ചിക്പേട്ട് വേറെ മെട്രോ സ്റ്റേഷനോ? നമ്മൾ ആദ്യം കണ്ടതല്ലേ? കിച്ചണിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ₹150 ഷർട്ട് കേട്ടോ. സൈക്കിൾ. ഇവിടെ ഏതോ വഴിയുണ്ട്, അതുവഴി നമുക്ക് ലെഫ്റ്റ് തിരിയാം. ഇതാണോ നമ്മൾ വന്ന വഴി? സുൽത്താൻപേട്ട് മെയിൻ റോഡ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ജീൻസ് 200. $250 ഫിക്സ്ഡ് ഇവിടെ. എന്താ ഒരു കയർ ഇവിടെ കുറുകെ. $150 എന്ന് പറഞ്ഞാൽ 150 എന്ന് പറഞ്ഞാൽ 160 ആണോ? ₹20. എന്ത് ഷോള. ആൻസർ അവിടെ ഷർട്ടാണ് 100-ന് 2 എണ്ണം.
ചവിട്ടികൾ, പാൻസിന് 200. ഷൂസ്, സ്കൂൾ ഷൂസ് ഇപ്പോൾ ഇട്ടിട്ട് ടക്കായുടെ മൾട്ടിമീഡിയ സ്പീക്കറും മറ്റും.